കൃപാസനം പത്രം മെയ് 2025 പാർട്ട് 8. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള രാഹുൽ കുമാറിന്റെ സാക്ഷ്യം. സ്വർണ്ണക്കതിരിൽ കയ്യിൽ പ്രകാശം വീശുന്ന വടിയുള്ള ചിറകുള്ള വലിയ മാതാവ് പറന്നുവന്ന് 5:29 എന്നെ വിളിച്ചു. എൻ്റെ കൃപാസനം ഉടമ്പടി അനുഭവങ്ങൾ. ഞങ്ങൾക്ക് 30 വർഷമായി വീട്ടിലേക്ക് വഴിയില്ലായിരുന്നു. 40 മീറ്റർ വീതിയിൽ വഴി കിട്ടാനുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് വെഞ്ചരിച്ച ഉപ്പ് ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ വ്യക്തി തന്നെ ഇങ്ങോട്ട് വിളിച്ച് വഴിക്കുള്ള പെർമിഷൻ തരികയും വഴി വെട്ടാനും സാധിച്ചു. കൂടാതെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ മാതാവേ, എനിക്ക് രാവിലെ 5:30 എഴുന്നേൽക്കാനുള്ള കൃപ തരണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിന്റെ 3-ാം ദിവസം 5:29 ആയപ്പോൾ സ്വർണ്ണക്കതിരിൽ ചിറകുള്ള വലിയ ഒരു മാതാവ് പറന്നു വന്നു. കയ്യിൽ തിളങ്ങുന്ന സ്പാർക്കാകുന്ന ഒരു വടിയുമായി പറന്നുവന്ന് എൻ്റെ തലയ്ക്ക് തട്ടിയിട്ട് പോയി. അങ്ങനെ ഒരു ഇടപെടൽ ദൈവം നേരിട്ട് എനിക്ക് തന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി നല്ലൊരു ജോലി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. പെരുമ്പാവൂരിൽ നിന്നുള്ള അശ്വനിയുടെ സാക്ഷ്യം. ആൾക്കാരെ കണ്ടാൽ കുഴഞ്ഞു വീഴുന്ന ഒരു പ്രകൃതമായിരുന്നു മകൻ്റേത്. 4ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ മാതാവ് ചെയ്തു തന്നത്. ഞങ്ങൾക്ക് കടബാധ്യതയും മക്കളുടെ അസുഖവും ഭർത്താവിൻ്റെ മദ്യപാനവും മൂലം വളരെ ബുദ്ധിമുട്ടിലായ അവസ്ഥയായിരുന്നു. എനിക്കൊരു ചെറിയ ജോലി ലഭിച്ചാൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് നേർന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്കൊരു ജോലി ലഭിച്ചു. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷം ഭർത്താവിൻ്റെ മദ്യപാനം മാറി. മൂത്ത മകൻ്റെ അലർജി രോഗവും പൂർണ്ണമായും സുഖപ്പെട്ടു. കൂടാതെ എൻ്റെ ഇളയ മകന് എവിടെ പൊതുസ്ഥലത്ത് ചെന്നാലും ആൾക്കാരെ കാണുമ്പോൾ കുഴഞ്ഞു വീഴുമായിരുന്നു. ഭർത്താവ് ഉടമ്പടിയെടുത്ത് 4ാമത് പുതുക്കിയപ്പോൾ മകന്റെ കാര്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മകൻ കുഴഞ്ഞു വീഴാതിരിക്കുകയാണെങ്കിൽ കൃപാസനം പത്രം മുഴുവൻ മകനെ കൊണ്ട് കൊടുപ്പിച്ചോളാം എന്ന് നേർന്നു. അതിനുശേഷം മകന് ആ അസുഖം ഉണ്ടായിട്ടില്ല.